കോഴിക്കോട് നിന്നുള്ള ഒരു മിടുക്കനാണ് ഇന്നത്തെ കുട്ടിത്താരം. 9ാം ക്ലാസ്സുകാരൻ തന്നെ പഠനത്തിൽ സഹായിക്കാൻ തയ്യാറാക്കിയ എസ്-ട്രയോ എന്ന കുഞ്ഞൻ റോബോട്ടിന്റെ നിർമ്മാണ വിശേഷങ്ങളാണ് ഇന്ന് കുട്ടിത്താരത്തിൽ. വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് സരൺലാൽ എന്ന കൊച്ചുമിടുക്കൻ. ഇവനാണ് 9ാം ക്ലാസ്സുകാരൻ സരൺലാലിന്റെ എസ്-ട്രയോ എന്ന പേഴ്സണൽ അസിസ്റ്റന്റ്. വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ സരൺ ഒരു വർഷത്തെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഒരുക്കിയെടുത്തത്. പഠനകാര്യത്തിലും വായനയ്ക്കുമിടയിൽ തോന്നുന്ന സംശയങ്ങൾക്ക് സരണിന് ഉടനടി ഉത്തരമെത്തിച്ചു കൊടുക്കും ഇയാളുടെ പ്രിയപ്പെട്ട അസിസ്റ്റന്റ് എസ്-ട്രയോ. ഞാൻ നിർമ്മിച്ച ഒരു റോബോട്ടാണിത്. ഈ റോബോട്ടിന് നമ്മൾ മനുഷ്യരുമായിട്ട് സംസാരിക്കാനും നമ്മൾ പറയുന്നത് മനസ്സിലാക്കി അതിന് തിരിച്ച് ഉത്തരങ്ങൾ നൽകാനും സാധിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കി അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനും നമ്മൾ ചോദിക്കുന്ന ഏത് തരത്തിലുള്ള ചോദ്യത്തിനും ഉത്തരങ്ങൾ നൽകാനുമുള്ള ഒരു കഴിവുണ്ട്. അതിനുവേണ്ടി ഇൻബിൽഡായിട്ടൊരു AI-നെ ഇതിലേക്ക് ഞാൻ ഡെവലപ്പ് ചെയ്ത് ആ AI യൂസ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. AI ഉപയോഗിച്ച് തന്റെ കുഞ്ഞൻ കൂട്ടുകാരനെ കൂടുതൽ എങ്ങനെ പരിഷ്കരിക്കാമെന്ന ശ്രമത്തിലാണ് സരൺ. ഒഴിവു സമയങ്ങൾ പൂർണ്ണമായും ഉപയോഗിച്ചാണ് എസ്-ട്രയോ എന്ന റോബോട്ടിന്റെ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ അധികൃതരുടെ ആവശ്യപ്രകാരം NIT-യിലെ ഒരു പ്രദർശനത്തിന് വേണ്ടിയാണ് എസ്-ട്രയോ നിർമ്മിച്ചു തുടങ്ങിയത്. കോവിഡ് കാലത്ത് AI നിയന്ത്രിത ചെറുകാറുകൾ നിർമ്മിച്ചിരുന്നു. ഞാൻ ചെറുപ്പം തൊട്ടേ ചിത്രം വരയ്ക്കാറുണ്ട്. അപ്പോൾ ചിത്രം വര പിന്നെ കോവിഡിൻ്റെ ടൈമിലേക്ക് നമ്മൾ മിനിയേച്ചർ മോഡൽസ് ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ആ മിനിയേച്ചർ മോഡൽസിന് മൂവ്മെൻറ്റ് കൊണ്ടുവരാനാണ് എന്ത് ചെയ്തത്, ഈ രീതിയിലേക്ക് റോബോട്ടിക്സിലേക്കാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബോഡികൾ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. ആദ്യം മിനിയേച്ചർ കാറുകളിൽ നിന്ന് ഇപ്പോൾ റോബോട്ട് ബോഡികൾ ചെയ്തു വരുന്നു. പഠനകാര്യങ്ങൾക്കും വീട്ടുകാര്യങ്ങളിലും സഹായിക്കുന്ന തരത്തിൽ കുഞ്ഞൻ റോബോട്ടിനെ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് സരൺ. ഫ്ലോർ ക്ലീനിംഗ് നടത്താനുള്ള റോബോട്ടിക് മെഷീൻ പണിപ്പുരയിലാണ്. പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും വിധമുള്ള മാതൃകകൾ ഉണ്ടാക്കണമെന്നാണ് ഈ 9ാം ക്ലാസ്സുകാരന്റെ ആഗ്രഹം. ന്യൂസ് മലയാളം, കോഴിക്കോട്.